എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ടും നമ്മുടെ ചാനലിലോട്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ക്ലീനിങ് അല്ലേ. ബർണറും ഗ്യാസും ഒക്കെ വൃത്തികേടായിട്ട് ഇരിക്കുന്നൊരവസ്ഥ. അപ്പം നമുക്ക് ബർണർ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ 2-3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരുപാടങ്ങ് വെട്ടിത്തിളങ്ങും എന്നല്ല, നമുക്ക് ആഴ്ച ഒരു വട്ടം വൃത്തിയാക്കിയാൽ ഇങ്ങനെ വൃത്തിയാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും അഴുക്ക് പിടിച്ചിരിക്കുന്ന ബർണറിനെ ഒരുവിധം നല്ല രീതിയിലാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം, ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്രയും വെള്ളം അടുപ്പിലോട്ട് വെച്ച് നമ്മൾ തിളപ്പിക്കാൻ പോവുകയാണ്. അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ തോട്ടുപുളിയാണ്, കുടംപുളി. ഒരു 3-4 കുടംപുളി നമ്മൾ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതുകൂടാതെ നമ്മൾ രണ്ടാമത് എടുക്കുന്ന സാധനം നമ്മുടെ പിഴുപുളിയാണ്, വാളംപുളി കേട്ടോ. അങ്ങനെ വാളംപുളിയും ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ അതൊന്ന് 2-3 ഇങ്ങനെ ഒന്ന് പിച്ചി ഇട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ്, ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഷാമ്പൂ ആയാലും ഉപയോഗിക്കുക, ഏതായാലും വിനാഗിരി ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഡിറ്റർജൻറ്റ് പൗഡറാണ് ഇടുന്നത്, കുറച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങയുടെ പകുതി കേട്ടോ, പകുതി നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ ആ നാരങ്ങത്തോടും അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വിടുക. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ അതേ പറഞ്ഞ് വെട്ടിത്തിളങ്ങുന്ന എന്താ പുതിയത് വാങ്ങും പോലുള്ള രീതിയല്ല, നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം നമ്മുടെ ബർണർ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു രീതി കേട്ടോ. അതാണ് നമ്മൾ കാണിക്കുന്നത്. നല്ല ഇപ്പോൾ കാണുന്നതിൽ നിന്നും നല്ലൊരു വ്യത്യാസം നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മളിത് ഇത്രയും കൂടെ അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. തീ നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കുക. ഈ പുളിയുടെ 2 പുളിയുടെ കറ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ തീ കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 ബർണറും ചൂടോടുകൂടി തന്നെ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കേട്ടോ, അത് മസ്റ്റാണ്. അരമണിക്കൂർ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേ പറ്റൂ. കാരണം അതിനകത്തെ കറ ഫുള്ള്, അഴുക്ക് ഫുള്ള് അതിനകത്തോട്ട് ഇറങ്ങണം. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ലതുപോലെ കുറേ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ സോപ്പ് പൊടിയും ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും വേണം കേട്ടോ. അത് അത്യാവശ്യം അത് വേണം കേട്ടോ. അപ്പോൾ അതേണ്ട ഇതിനകത്ത് ഒരുവിധം അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ സ്ക്രബ്ബറും സോപ്പ് പൊടിയും ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഉരച്ച് തേക്കുക. അത് നമുക്ക് ഒരു നല്ല ടൈം എടുക്കും കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് വീഡിയോയിൽ കാണിക്കുന്നെങ്കിലും പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നല്ലതുപോലെ ഉരച്ചിട്ടാണ് നിങ്ങളെ വീഡിയോയിലോട്ട് കാണിക്കുന്നത്. അപ്പം നല്ല പോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരച്ച് കൊടുക്കുക. നമ്മുടെ ഈ ബർണറെന്ന് വെച്ചാൽ ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഗ്യാസിന് നല്ല പഴക്കമുണ്ട്, എങ്കിലും ഞാൻ അത്രയും വൃത്തിയാക്കി കാണിക്കുന്നുണ്ട്. അപ്പം ദേ അഴുക്കളകുന്ന നിങ്ങൾക്ക് കാണാം. നല്ല വൃത്തിയായിട്ട് തേച്ച് ഉരച്ച് കൊടുക്കുക. അതിന് മാത്രം നമ്മുടെ ടൈം കുറേ എടുക്കും. അപ്പം ഞാനിത് ഫസ്റ്റ് നിങ്ങളിങ്ങനെ കാണിക്കുന്നെങ്കിലും പിന്നെ ഞാൻ കുറച്ച് നേരം ഉരച്ച് നല്ലതുപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കുറേ ടൈം എടുക്കും. ആ ഒരു സമയം നിങ്ങൾ ക്ഷമയോടുകൂടി ചെയ്തേ പറ്റൂ. അതുപോലെ അരമണിക്കൂർ എന്തായാലും ഇതാ വെള്ളത്തിൽ മുക്കി വെക്കുകയും വേണം. ഇത് 2 കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യാമെങ്കിൽ നമുക്ക് ഈ ആഴ്ചയിൽ ഒരു വട്ടം നമുക്കിതുപോലെ ബർണർ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേണ്ട, ഞാൻ ഇത്രയും ഉരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇതുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകാൻ പോവാണ്. ഇതത്രയും ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ആദ്യം കാണിച്ച ബർണറിലെ അഴുക്ക ആ ഒരു രീതിയല്ല ഇപ്പം. നമ്മുടെ ഈ ചെറിയ ബർണറാണെങ്കിൽ നല്ലതുപോലെ കുറച്ചൊന്ന് അഴുക്കെല്ലാം ഒരുപാട് പോയത്. വലിയ ബർണർ അത്രയും അങ്ങോട്ട് എഫക്റ്റ് ആയില്ല. അപ്പോൾ ചെറിയ ബർണർ കുറച്ചുകൂടെ ആ ഒരു കളറ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിയിൽ ഇറക്കി വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഞാൻ വെളിയിൽ കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തൊന്ന് തുടച്ചെടുത്തിട്ട് വെളിയിൽ വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ 2 ബർണറിൻ്റെ വ്യത്യാസം.
നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ മെത്തേഡായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല ഭയങ്കര വെട്ടിത്തിളങ്ങുന്നല്ല, നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ സിമ്പിൾ മെത്തേഡിൽ കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ ടിപ്സുകളുമായിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.